പശ്ചിമേഷ്യയാകെ യുദ്ധഭീതിയുടെ മുനയിൽ നിർത്തിക്കൊണ്ട് ഇറാന്റെ സുരക്ഷാ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുടെ നട്ടലൊടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീഫ് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന ഔദ്യോഗിക അവകാശവാദം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ നേരിട്ട് ഈ വിവരം പുറത്തുവിട്ടതോടെ ഇറാൻ ഭരണകൂടം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇത് മാറിയിരിക്കുന്നു. ഇറാൻ ഇസ്രയേൽ പോരാട്ടം കേവലം ഒരു അതിർത്തി തർക്കമോ മിസൈൽ കൈമാറ്റമോ അല്ലെന്നും മറിച്ച് ഇറാന്റെ അധികാര കേന്ദ്രങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വേരോടെ പിഴുതെറിയാനുള്ള ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത തന്ത്രമാണെന്നും വ്യക്തമാക്കുന്നതാണ് ഇസ്മായിൽ ഖത്തീഫിന്റെ വധം. കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രയേൽ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിലാണ് ഖത്തീഫ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഇറാനിലെ ആക്രമണങ്ങളുടെ തീവ്രത ഞങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്ന ഖത്തീഫിന്റെ വധത്തിലൂടെ വലിയൊരു വിജയം കൈവരിക്കാൻ സാധിച്ചു. വരും മണിക്കൂറുകളിൽ കൂടുതൽ അമ്പരപ്പിക്കുന്ന നീക്കങ്ങൾ ലോകം കാണും. ഇറാന്റെ ഉന്നത നേതാക്കളെ പ്രത്യേക അനുമതി കൂടാതെ തന്നെ വധിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. ഈ പോരാട്ടം എത്രത്തോളം രൂക്ഷമാണെന്നും കാണിക്കുന്നു. ഇറാന്റെ പ്രതിരോധ നിരയിലെ ഏറ്റവും നിർണായകമായ കണ്ണികളെ ഓരോന്നായി വെട്ടിനിരത്തുക എന്ന തന്ത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ പയറ്റുന്നത്. 2 ദിവസത്തിനിടെ കൊല്ലപ്പെടുന്ന ഇറാന്റെ മൂന്നാമത്തെ പ്രമുഖ നേതാവാണ് ഇസ്മായിൽ ഖത്തീഫ്. അദ്ദേഹത്തിന് തൊട്ടുമുമ്പ് ഇറാന്റെ സുരക്ഷാ തലവൻ അലി ലാരിജാനിയും IRGC കീഴിലുള്ള ബാസിറ്റ് ഫോഴ്സിന്റെ തലവൻ ഗുലം റസ സുലൈമാനിയും സമാനമായ രീതിയിൽ വധിക്കപ്പെട്ടിരുന്നു. അലി ലാരിജാനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ജനങ്ങൾ ഒത്തുകൂടുന്നതിനിടയിലാണ് ഖത്തീഫിന്റെ കൊലപാതക വാർത്ത പുറത്തുവരുന്നത്. ഇത് ഇറാൻ ജനതയും ഭരണകൂടത്തെ മുരിപോലെ ഭയപ്പെടുത്തുന്നു. സുരക്ഷിതമെന്ന് കരുതിയ ഇടങ്ങളിൽ പോലും ഇസ്രായേൽ ചാരന്മാർക്കും മിസൈലുകൾക്കും കടന്നു ചെല്ലാൻ കഴിയുന്നു എന്നത് ഇറാന്റെ ഇന്റലിജൻസ് പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷയിലും വിദേശ രാജ്യങ്ങളിലെ രഹസ്യ നീക്കങ്ങളിലും ഖത്തീഫ് വഹിച്ചിരുന്ന പങ്കും വളരെ വലുതാണ്. 1980-ലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ IRGC ഭാഗമായി പോരാടിയാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. യുദ്ധക്കളത്തിൽ വെച്ച് പരിക്കേറ്റ അദ്ദേഹം പിന്നീട് രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് മാറുകയായിരുന്നു. കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു ഖത്തീഫ്. ഖമേനിയുടെ മകനും നിലവിലെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവുമായ മുസ്തഫ ഖമേനിയുടെ വലം കൈയായാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 2021-ൽ രഹസ്യാന്വേഷണ മന്ത്രിയായി ചുമതലയേറ്റ ഖത്തീഫ് ഇറാൻ ഭരണകൂടത്തിനെതിരെ ഉയർന്ന ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ ക്രൂരമായ പങ്കുവഹിച്ചുവെന്നും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഖത്തീഫിനെ ഒരു സാധാരണ മന്ത്രിയായോ രാഷ്ട്രീയക്കാരനായോ അല്ല ലോകശക്തികൾ കാണുന്നത്. ആഗോളതലത്തിൽ ഇസ്രായേൽ അമേരിക്കൻ പൗരന്മാർക്കെതിരെയുള്ള ഭീകര പ്രവർത്തനങ്ങളും ചാരപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ഇദ്ദേഹത്തിന്റെ മന്ത്രാലയമാണെന്നും അമേരിക്ക കണ്ടെത്തിയിരുന്നു. ഈ മാസം ആദ്യം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട കൊടും കുറ്റവാളികളുടെ പട്ടികയിൽ ഖത്തീഫും ഉൾപ്പെട്ടിരുന്നു. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ, അതായത് ഏകദേശം 84 കോടി രൂപ വരെയാണ് അമേരിക്ക പ്രതിഫലം വാഗ്ദാനം ചെയ്തിരുന്നത്. അത്രത്തോളം അപകടകാരിയായ ഒരു ശത്രുവിനെയാണ് ഇസ്രയേൽ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അലി ലാരിജാനിക്കും ഖത്തീഫിനും പിന്നാലെ ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 28-ന് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ രഹസ്യമായി അധികാരം ഏറ്റെടുത്ത മുസ്തഫ ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. തങ്ങൾ ഒളിവിലിരുന്നാലും വേട്ടയാടപ്പെടുമെന്ന സന്ദേശമാണ് ഇസ്രായേൽ നൽകുന്നത്. അവർക്ക് ഒളിച്ചിരിക്കാൻ ഒരിടവും ഇല്ലെന്ന് ബോധ്യപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ CNN-നോട് പറഞ്ഞു. ഇറാന്റെ രാഷ്ട്രീയ സുരക്ഷാ സംവിധാനങ്ങളെ അടിമുടി തകർക്കാനുള്ള ഭരണകൂട വിരുദ്ധ യുദ്ധതന്ത്രമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഉന്നത നേതാക്കൾ തുടർച്ചയായി കൊല്ലപ്പെടുന്നത് ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ വലിയ ആശയക്കുഴപ്പത്തിനും അരാജകത്വത്തിനും കാരണമായിട്ടുണ്ട്. സൈനിക രാഷ്ട്രീയ തലങ്ങൾക്കിടയിൽ ആശയവിനിമയം നടത്താനോ പുതിയ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനോ കഴിയാത്ത വിധം സംവിധാനം തകർന്നിരിക്കുകയാണെന്ന് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളും വിലയിരുത്തുന്നു. ഒരു നായകൻ വീഴുമ്പോൾ പകരം വരാൻ ആളില്ലാത്ത വിധം എല്ലാവരെയും ഇല്ലാതാക്കുന്ന ഡെക്കാപ്പിറ്റേഷൻ സ്ട്രൈക്കായാണ് ഇസ്രായേൽ ഇതിനെ കാണുന്നത്. ഇസ്മായിൽ ഖത്തീഫിന്റെ മരണം പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുമെന്നതിലും തർക്കമില്ല. ഇതിന് പ്രതീകമായി ഇറാൻ ഗൾഫ് അയൽ രാജ്യങ്ങൾക്കും ഇസ്രായേലിനും നേരെ മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. എന്നാൽ തന്റെ സുരക്ഷാ തലവന്മാരെ ഓരോന്നായി നഷ്ടപ്പെടുന്നത് ഇറാന്റെ പോരാട്ട വീര്യത്തെ തളർത്താനും സാധ്യതയുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധം മുതൽ തുടങ്ങിയ വിപ്ലവ വീര്യം ഒടുവിൽ ഇസ്രയേലിന്റെ ഒരു വ്യോമാക്രമണത്തിൽ അവസാനിക്കുമ്പോൾ ഇറാൻ ഭരണകൂടത്തിന്റെ ഭാവി തന്നെ ചോദ്യചിഹ്നമായി മാറുകയാണ്. ഇനിയുള്ള മണിക്കൂറുകളിൽ ഇസ്രയേൽ വാഗ്ദാനം ചെയ്ത അമ്പരപ്പിക്കുന്ന നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് ഇപ്പോൾ ഒരു വിദൂര സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു.